എവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് ഈ പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കുകയാണ്. കണ്ടോ? അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ജീവിതത്തിൽ തിരികെ പോകാൻ അവസരം ലഭിച്ചാൽ 2014 പ്രധാനമന്ത്രിയെ മാറ്റും. നടൻ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ തുടക്കം കണ്ടു കഴിഞ്ഞാലേ, നമസ്കാരം പറച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ ഒരു നല്ല കാര്യം പറയാൻ പോകുന്നേ, എന്തൊരു നല്ലൊരു രീതിയിലെ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ പറയാൻ പോകുന്നേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊരു ബഹുത്വ സംഘടനയാണ്. പച്ചത്തെറി വിളിക്കാൻ പോവുകയാണ്. ഇനി പച്ചത്തെറി എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരല്പം ശാസ്ത്രീയമായിട്ടാണ് ഈ ആളുകളൊക്കെ വിളിക്കുക കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രിയെ ഒരു മനുഷ്യ ഒരു നടൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അതും കാണിച്ചു തരാം. കിഷോർ, ഇങ്ങനെ ഒരു നടനുണ്ടെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് മുക്കാൽ മീഡിയയാണ് കേട്ടോ. ഇങ്ങനെ ഒരു നടനുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടോ. മോന്ത കണ്ടോ? അപ്പോ ഇദ്ദേഹം പറയുന്നത് 2014 തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് മാച്ച് കളയുന്നാണ് പറയുന്നത്. 2014 മാത്രമല്ല, 2019 വന്നു. ഇനി ഈ പറയുന്ന അടുത്ത അവസരത്തിലും വരും. അപ്പോ നടൻ പേരെന്തുവാണ്? കിഷോർ കുമാർ. അല്ല, കിഷോർ, വെറും കിഷോർ. അപ്പൊ മീഡിയ മുക്കാലിന് ഇതിങ്ങനെ പറയുമ്പോ ഉള്ളതാണോന്ന് അറിയില്ല. അപ്പോ നടൻ കിഷോർ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, അതിനേക്കാളൊക്കെ മുമ്പ് വേഗം ഒറ്റ മിനിറ്റ് ഇട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഷോർ കുമാർ എന്ന് പറയുന്ന നടനുണ്ട്. ഈ ആയമയ്ക്ക് അറിയില്ല, നമ്മുടെ രാജ്യത്തല്ല, ഇന്ത്യ അപാരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ജീവിക്കുന്നൊക്കെ വിദേശത്താ. ഇന്ത്യ ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ആയമയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊന്നും ആരും ചോദിച്ചു പോരുതേ. ഭാരതത്തെ അപാരമായിട്ട് പ്രണയിക്കുന്ന ഒരാളാണ്. പക്ഷെ ജോലി മുഴുവൻ വിദേശത്താണ്. കാരണം കായൊക്കെ കിട്ടുക അവിടെയുള്ളോ, പൈസ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അവിടെയുള്ളോ. അപ്പൊ അവരെ പൈസയും വേണം. ഈ രാജ്യത്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രസംഗത്തിലൂടെ ഇങ്ങനെ വീഡിയോ വഴി സ്നേഹിച്ച് ഒരു വിധമാക്കുന്ന, നമ്മുടെ ഭാരതത്തെ സ്നേഹിച്ച് അങ്ങോട്ട് പുളകിതമാക്കുന്ന ഒരു സ്ത്രീയാണ്. എന്തായാലും അവരിഷ്ടം, അവരൊക്കെ കൊണ്ടു കിടക്കട്ടെ. പക്ഷെ കിഷോർ കുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അഭിപ്രായമാണ് പറഞ്ഞത്. 2014 തിരിച്ചു പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പ്രധാനമന്ത്രിയെ മാറ്റാനുള്ള ശ്രമം നടത്തും. കാരണം അദ്ദേഹം വന്നതിന് ശേഷം വളരെയധികം ഹേറ്റഡ് കൂടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. ഇനി അങ്ങനെ ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ, അത്തരം ഒരു വാക്ക്, ഒരു അഭിപ്രായം ഒരു സിനിമാ നടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അദ്ദേഹം എത്ര മാന്യമായിട്ടാ പറഞ്ഞേ, അതേപോലെ തന്നെ മാന്യമായിട്ട് നമുക്ക് പ്രതികരിച്ച പോരാ. സംഘിണികൾ അല്ലെങ്കിൽ സംഘികൾ പ്രതികരിക്കുക വേറെ രീതിയിലാണ്. അവന്റെ ആ തന്തയ്ക്ക് വിളിക്കുക, അവന്റെ അമ്മയ്ക്ക് വിളിക്കുക, അവന്റെ അമ്മ വളരെ വേശ്യയാണെന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അസഭ്യം. ഇതാണ് എന്താ പറയുക, ആർഷഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്ന ഇവരുടെ ഒരു രീതി. ഇനി ഈ സംഘിണിയുടെ വർത്തമാനം കേട്ടോക്കെ. കിഷോർ, വെറും കിഷോർ. അപ്പൊ മീഡിയ മുക്കാലിന് ഇതിങ്ങനെ പറയുമ്പോ ഉള്ളതാണോന്ന് അറിയില്ല. അപ്പോ നടൻ കിഷോർ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, അതിനേക്കാളൊക്കെ മുമ്പ് വേഗം പോയിട്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മാന്യമായിട്ട് ചോദിക്കണം, അമ്മേ എന്റെ അച്ഛൻ ആരാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മറന്നു പോകരുത്. പിന്നെ ആ സമയത്ത് ഞാൻ 2014 ഞാൻ പോവുകയാണെങ്കിൽ, സഞ്ചരിക്കുമായിരുന്നെങ്കിൽ, അന്നേരം രാത്രി വാഴ വെക്കാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ അമ്മേ? ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇതാണോ എന്റെ പൊന്നു സുഹൃത്തൊരു ഉത്തരം നൽകേണ്ടത്? ഒരാൾ രാഷ്ട്രീയപരമായിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? അത് ഭീകരമായിട്ടുള്ള ഹേറ്റഡ് നമ്മുടെ രാജ്യത്ത് വളർന്നു വലുതായിരിക്കുന്നു. അതുകൊണ്ട് അതിനെതിർക്കേണ്ടത് ഒരാവശ്യമാണ്. ഇനി എത്ര നൂറ്റാണ്ട് പിടിക്കും പഴയ ഒരു ഇന്ത്യ മഹാരാജ്യത്തേക്ക്, ഹേറ്റഡ് ഇല്ലാത്ത, വെറുപ്പില്ലാത്ത, ഹിന്ദു മുസ്ലിം വൈരമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകാൻ നമ്മൾ എത്ര കാലം എടുക്കും? ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ്. അതിനല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉത്തരം നൽകേണ്ടത്. പക്ഷെ അതിന് പകരം അവന്റെ അമ്മ എന്തോ ഒരു വേശ്യയെ പോലെയായിരുന്നു, അതിന് ഭാഗമായിട്ട് പറന്നു പോയൊരു മകനാണ് ഇവൻ, അന്ന് വാഴ വെച്ചാ പോരെ, അന്ന് രാത്രി, അതായത് ഇവനെ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് വാഴ വെച്ചാ പോരെ എന്നൊക്കെ പറയുന്നത് എന്ത് മനസ്ഥിതിയാണ് ഇവർക്ക്? ഞാനത് പറയുന്നത് ഇവരൊരാള് മാത്രമല്ല എന്നുള്ളതാണ്. ഒരാൾ കൂടി ഞാൻ കാണിപ്പിച്ചേരെ, അതിന് മുമ്പ് ഇവരെ ഫുള്ള് കേൾക്കാം. ഒരു വാഴ നടാമായിരുന്നില്ലേ? ബിക്കോസ് വാഴ കുഴച്ച് പിന്നെ വെച്ചു കഴിഞ്ഞാല് വാഴ കൊലച്ച് വാഴപ്പഴം ഉണ്ടായി,
അതിന്റെ വാഴക്കല്ല കഴിക്കാം, വാഴ ഉണ്ണിത്തണ്ട് കഴിക്കാം, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളതാണ്. അപ്പൊ എന്റെ അമ്മ എന്തുകൊണ്ട് രാത്രി വാഴ വെച്ചില്ല? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് തന്തയുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ പറയുന്ന വാഴ നടാമായിരുന്നില്ലേ, സംവിധാനം ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നാണ് ഈ നടനെ കൊണ്ട് പറയാനുള്ളൂ. ഞങ്ങളുടെ എങ്ങനെയുണ്ട് ആർഷഭാരത സംഗിണിയുടെ സംസ്കാരം? എല്ലാവരും കേട്ടല്ലോ അല്ലേ? ആർഷഭാരത സംഗിണിയുടെ സംസ്കാരം കേട്ടല്ലോ. ഇത് ഒരാളുടെ മാത്രമല്ലെന്നേ, ഒരാൾ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതൊരു രീതിയാണ്. ഇവരിങ്ങനെ പ്രതികരിക്കത്തുള്ളൂ. വാക്കിന് വാക്കുകൊണ്ട്, ഏറ്റവും മാന്യമായ രാഷ്ട്രീയ വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാൻ ഇവർക്കറിയില്ല. ഇനി അദ്ദേഹം പറഞ്ഞത് എന്ത് എന്നതിനെ കുറിച്ചിട്ട് വലിയ ഡൗട്ടുള്ള ആളുകളോടാണ് ഞാൻ അതുകൂടി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഇനി അദ്ദേഹം പറഞ്ഞ എന്ത് നിങ്ങൾക്ക് അറിയണ്ടേ? நீங்க என்ன சார் சேஞ்ச் பண்ணணும்னு நினைப்பீங்க? நான் சொன்னா நீங்க போடுவீங்களான்னு தெரியல, ஆனா சொல்லிடுறேன். 2014 போய் பிரைம் மினிஸ்டர் சேஞ்ச் பண்ணுவேன். போடுவீங்களா? போடுங்க. இல்ல, இந்தியாவே மாறி இருக்கும். ஸோ தி அமௌண்ட் ஆஃப் ஹேட்ரட் வி சீ டுடே ரொம்ப டேஞ்சரஸா இருக்கு. இது மாத்துறதுக்கு டிகேட்ஸ் ஆயிடும். இது இப்படியே போயிட்டு இருந்ததுன்னா வெரி டேஞ்சரஸ் പീപ്പിൾ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, വെരി ഡേഞ്ചറസ് പീപ്പിൾ. ഇങ്ങനെ വെറുപ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ വെറുപ്പ് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ എടുക്കുമെന്ന് കിഷോർ കുമാർ എന്ന് പറയുന്ന നടൻ പറയുന്നു. സത്യമല്ലേ? 100% സത്യം എന്ന് എനിക്കറിയാം. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മനസ്സിൽ അങ്ങനെയുണ്ട്. നമ്മൾ ഇത്ര കാലം കേൾക്കാത്ത തരത്തിലുള്ള ഹിന്ദു മുസ്ലിം വർത്തമാനങ്ങൾ, മുസ്ലിങ്ങൾ ബജ്രംഗികളൊക്കെ ഓരോ സ്ഥലത്തും പോയിട്ട് മുസ്ലിം കടകൾ അടിച്ചു പൊട്ടിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കാതിരിക്കുന്നു, ഇത് ഹിന്ദു രാഷ്ട്രമാണ് അതുകൊണ്ട് ഇവിടെ ക്രിസ്മസ് വേണ്ട, ഇത് ഹിന്ദു രാഷ്ട്രമാണ് അതുകൊണ്ട് ഇവിടെ പള്ളി വേണ്ട, പള്ളി ആചാരങ്ങൾ വേണ്ട, നിങ്ങൾ വസ്ത്രം ഇങ്ങനത്തെ ധരിച്ച് നടക്കണ്ട, നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളിലേക്ക് മാറും, എങ്കിൽ മാത്രമേ ഇവിടെ റോഡ് പണിയുള്ളൂ എന്നീ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അത് ഭീകരമായ വിധത്തിൽ ഇവിടെ ഹേറ്റഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഇവര് മാത്രമല്ല വേറൊരു പുതിയൊരാൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്, അതുകൂടി കേട്ടോക്കൂ. 2011 തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം പോയിട്ട് നരേന്ദ്രമോദിനെ മാറ്റേണ്ട കാര്യമല്ല ചോദിക്കേണ്ടത്. നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട്, അമ്മ ഞാൻ ഒരു അപ്പൻ ഉണ്ടായതാണോ അതോ എന്നെ പല അപ്പന്മാര് കയറി ഇറങ്ങിയതിന്റെ ഫലമായി ഉണ്ടായതാണോ എന്നാണ് ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതിനൊരു ഉറപ്പ് വരുത്തുക ആദ്യം, എന്നിട്ട് ആലോചിക്കാം നരേന്ദ്രമോദിയെ മാറ്റണോ വേണ്ടയോ എന്ന്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട്? ഇതാണ് രണ്ടാമത്തെ സംഗണി. ഇവരെല്ലാവർക്കും ഇവരെ ആരെങ്കിലും ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ അപ്പ പിടിച്ചിട്ട് അങ്ങോട്ട് തെറി പറഞ്ഞു ഓടിപ്പിക്കുകയാണ്. ഇനി ഞാൻ മുന്നേ പറഞ്ഞ ഷൈനി എന്ന് പറയുന്ന ആയമ്മ, ഞാൻ പറഞ്ഞു അപാരമായിട്ടുള്ള സ്നേഹമാണ് ഇന്ത്യ മഹാരാജ്യത്തോട്. ഞാൻ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്യണ്ടേ? നിങ്ങളെ വിയർപ്പ്, നിങ്ങളെ അധ്വാനം, നിങ്ങളെ സ്നേഹം, നിങ്ങൾ ഓരോ ദിവസം ചെലവഴിക്കുന്ന പൈസ മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഇവിടെ ചെലവഴിക്കണം. ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുന്ന വിധത്തിൽ ഇവിടെ ജോലി ചെയ്യണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് ഇവിടുത്തെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മാന്യം വരേക്ക് ആർഷഭാരത മഹാരാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണം. അതിന് പകരമായിട്ട് കണ്ണി കണ്ട മുസ്ലിം രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വളവള വിളിച്ചു പറയുന്നത് എന്റെ പൊന്നു സുഹൃത്തെ, കണ്ണി കണ്ട ക്രിസ്ത്യൻ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുക, കണ്ണി കണ്ട മുസ്ലിം രാജ്യങ്ങളൊക്കെ പോയി ജോലി ചെയ്യുക, അവരെ പൈസ വേണം, എന്നിട്ട് അവിടുത്തെ പൈസ ഒക്കെ സമ്പാദിച്ചിട്ട് ഇവിടുത്തെ സോക്കോൾഡ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഹിന്ദുരാഷ്ട്രമാവും എന്ന് പറയുന്ന ഈ രാജ്യത്തോട് അപാരമായിട്ടുള്ള കൂറുമുണ്ടെന്ന് പറയുക. അതിനെപ്പറ്റി ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത് എങ്ങനെ വല്ല പോസ്റ്റ് ഇടുക. ഒരു പ്രവാസി എന്നതിലും സ്വദേശി എന്നതിലും എന്റെ പ്രധാനമന്ത്രി എന്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അതെല്ലാവരുടേതാണ്. പ്രധാനമന്ത്രിയോട് നമുക്ക് തീർച്ചയായിട്ടും ബഹുമാനം വേണം. അത് ഏതെങ്കിലും BJP-കാരനെ മാത്രം പ്രധാനമന്ത്രി ഒന്നല്ല, നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. നിങ്ങളേത് മാത്രമാക്കി മാറ്റല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയല്ല. അതുപോലത്തെ ഇവിടുത്തെ പിണറായി വിജയൻ ഇവിടുത്തെ CPM-മാരെ സ്വന്തമൊന്നല്ല, അത് നിങ്ങളുടെയും നിങ്ങൾ BJP-കാരന്റെയും സ്വന്തമാണ് ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരെ മാത്രമായിട്ട് നിങ്ങൾ കരുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇന്ന് ഭാരതം എവിടെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയുടെ കഴിവ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ AI ഇട്ടിട്ട് ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്യമാണ് ശബരിമല വഴി എങ്ങനെയെങ്കിലും കേരളത്തിൽ കയറിക്കൂടാൻ സാധിക്കുമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റുകളാണ് ഈ കാണുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ പൊന്നു സുഹൃത്തുക്കളെ.
എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവരെ എഴുത്തുകൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവനെ ഇട്ടെടുത്ത് ആറടിപ്പിക്കുക, അവനെ കൊന്നു കൊല വിളിക്കുക എന്നല്ലാതെ ഇവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന സംഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. എതിർക്കുന്ന മുഴുവൻ തെറി പറയുന്ന ഈ പരിപാടി ഒന്ന് നിർത്തൂ. നിങ്ങൾ താഴോട്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഈ വർത്തമാനം കേട്ട് കൈയടിക്കാൻ കുറെ എണ്ണുണ്ടാവും. കുറെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കുറെ എണ്ണുണ്ടായിരിക്കും കൈയടിക്കാൻ. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു ഹിന്ദുവും നിങ്ങൾക്ക് കൈയടിക്കില്ല. കേരളത്തില് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഹിന്ദുക്കളെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത. പെട്ടെന്നൊന്നും ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വിവരമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഹിന്ദുമതം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല ബോധം വിവരമുണ്ട് സുഹൃത്തെ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇതിന് അടിമപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ നിന്ന് വിട വാങ്ങുന്നു. അടുത്ത ദിവസം കാണുമായിരിക്കും. വണക്കം, ബൈ.